അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. നമുക്കൊന്നിവിടെ ചിക്കനും ചേനയും കൊണ്ട് നല്ലൊരു ഗ്രേവി ആയാലോ. അതിനുവേണ്ടി നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. 3 വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചാണ് ചേർക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1.5 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 പച്ചമുളകും 10 ചെറുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചാണ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചാൽ ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മാത്രം ഗരം മസാല ചേർക്കാം. കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിട്ടുള്ള ചേനയാണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് 2 വിസിൽ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കനും ചേനയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു താളിപ്പ് റെഡിയാക്കി എടുക്കണം. പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചെറുള്ളി അരിഞ്ഞാണ് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് ചുവന്ന കളർ വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞങ്ങളുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റോട് കൂടിയുള്ള ചിക്കനും ചേനയും വെച്ചിട്ട് നല്ലൊരു ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരു വട്ടം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ കുഞ്ഞ് ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.